മധുരൈ തിരുപ്പരൻകുണ്ട്രം മലമുകളിൽ ഉടൻ ദീപം തെളിയിക്കണമെന്ന് കോടതി. പോലീസിന്റെ പൂർണ്ണ സുരക്ഷ ഉണ്ടാകണമെന്നും കോടതി പറഞ്ഞു. നാളെ രാവിലെ 10:30 റിപ്പോർട്ട് സമർപ്പിക്കാനും ഉത്തരവ്. കോടതി വളപ്പിൽ മധുര വിതരണം നടക്കുകയാണ്. വിവരങ്ങൾ നൽകാൻ മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഇക്കാര്യത്തിൽ എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയിരിക്കുന്നത്? എന്താണ് കോടതിയുടെ നടപടി? തീർച്ചയായും ഒടുവിൽ ഭക്തരുടെ ആവശ്യം പോലെ തന്നെ ആ തിരുപ്പുറംകുன்றത്തെ മലമുകളിൽ ഇന്ന് കാർത്തിക ദീപം തെളിയുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും മധുരൈ അതായത് മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ കോടതി ഉത്തരവുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഭക്തരൊക്കെ അവിടെ വിളക്ക് കത്തിക്കുവാനായി എത്തിയപ്പോൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് അത് വലിയ സംഘർഷത്തിലോട്ട് പോയി. 144 പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഭക്തരെയെല്ലാം അവിടെ നിന്നും മാറ്റിയിരുന്നു. പിന്നാലെയാണ് വീണ്ടും കോടതിയെ സമീപിക്കുന്നത്. കോടതി അലക്ഷ്യ ഹർജി, അതായത് കോടതി ാക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഈ മധുരൈ ബെഞ്ച് ചോദിച്ചിരുന്നു. അതായത് ഈ ജഡ്ജിയായിട്ടുള്ള GR സ്വാമിനാഥൻ അദ്ദേഹമാണ് ഈ കേസ് പരിഗണിച്ചത്. പിന്നീട് അത് രണ്ടംഗ ബെഞ്ചിന് വിടുകയായിരുന്നു. ഈ രണ്ടംഗ ബെഞ്ച് പരിശോധിച്ചതിൽ കേസ് കൃത്യമായും ഈ ജഡ്ജി GR സ്വാമിനാഥനാണ് അതിന്റെ തീർപ്പ് കൽപ്പിക്കുക അല്ലെങ്കിൽ വിധി പ്രഖ്യാപനം നടത്തുക എന്നുള്ള കാര്യം അറിയിച്ചിരുന്നു. അതിന് പുറമെയാണ് ഈ 3 പേരോട്, അതായത് ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയോടും ജില്ലാ ഭരണകൂടത്തോടും അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിയോടടക്കം കോടതിയിൽ ഹാജരാവാൻ പറഞ്ഞിരുന്നു. ഓൺലൈനായി ഹാജരായാൽ മതിയെന്നും കോടതി ആവശ്യപ്പെട്ടു. വൈകുന്നേരം 5:30 ഹാജരാകണമെന്നുള്ള കാര്യമാണ് അറിയിച്ചിരുന്നത്. 5:30 കഴിഞ്ഞ് ഹാജരായില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചിരുന്നു. എന്തായാലും 5:30 തന്നെ പോലീസ് മേധാവി അടക്കം ഹാജരായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഉത്തരവ് നിലനിൽക്കെ 144 പ്രഖ്യാപിച്ചതെന്നും ദീപം തെളിയിക്കുവാൻ ഈ ഭക്തരെ മുകളിലേക്ക് കടത്തിവിടാത്തത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു. മനോജ്, വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. എന്തായാലും ഭക്തരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച തിരുപ്പരൻകുണ്ടത്ത് ആ മലമുകളിൽ ഉടൻ ദീപം തെളിയും.